തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. എസ്തേറിൻ്റെ പുസ്തകം 5-ാം അധ്യായം. എസ്തേർ രാജസന്നിധിയിൽ. 3-ാം ദിവസം എസ്തേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൊട്ടാരത്തിൻ്റെ അകത്തെ അങ്കണത്തിൽ രാജമന്ദിരത്തിന് മുൻപിൽ ചെന്ന് നിന്നു. രാജാവ് കൊട്ടാരത്തിൻ്റെ വാതിലിന് നേരെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടു. അവൻ അവളിൽ പ്രസാദിച്ചു. തൻ്റെ കയ്യിലിരുന്ന സ്വർണ്ണ ചെങ്കോൽ അവൻ അവളുടെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്നു ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. 15-ാം അധ്യായം. 3-ാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ അവൾ പ്രാർത്ഥനാവേളയിലെ വസ്ത്രം മാറ്റി മൂടിയുള്ള വസ്ത്രം ധരിച്ചു. രാജകീയമായ അലങ്കാരങ്ങൾ അണിഞ്ഞ് എല്ലാം കാണുന്ന രക്ഷകനായ ദൈവത്തിൻ്റെ സഹായം വിളിച്ചപേക്ഷിച്ച് 2 തോഴിമാരെയും കൂട്ടി അവൾ നടന്നു. ഒരുവളുടെ മേൽ അവൾ മൃദുവായി ചാരി. അപര പിന്നിൽ നീണ്ടുകിടക്കുന്ന വസ്ത്രത്തിൻ്റെ അഗ്രം ഉയർത്തിപ്പിടിച്ചിരുന്നു. അവകില സൗന്ദര്യം കൊണ്ട് അവൾ പ്രക്ഷോഭിച്ചു. സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവളുടെ ഹൃദയം ഭീതി കൊണ്ട് മരവിച്ചിരുന്നു. വാതിലുകൾ ഓരോന്നായി കടന്ന് അവൾ രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നു. സ്വർണവും അമൂല്യ രത്നങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അവൻ്റെ ദർശനം ഭീതി ഉളവാക്കുന്നതായിരുന്നു. തേജസ് കൊണ്ട് അരുണിമയാർന്ന മുഖമുയർത്തി അവൻ ഉഗ്രകോപത്തോടെ അവളെ നോക്കി. രാജ്ഞിയാകെ തളർന്നുപോയി. വിളറിബോധം കെട്ട അവൾ തൻ്റെ മുൻപിൽ നടക്കുന്ന തോഴിയുടെ ചുമലിലേക്ക് മറിഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ ഭാവം ദൈവം ശാന്തമാക്കി. അവൻ പരിഭ്രമത്തോടെ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് ബോധം തെളിയും വരെ തൻ്റെ കരങ്ങളിൽ താങ്ങി. സാന്ത്വന വചസ്സുകളാൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, എസ്തേർ, എന്താണിത്? ഞാൻ നിന്റെ സഹോദരനാണ്. ധൈര്യമായിരിക്കൂ, നീ മരിക്കുകയില്ല. കാരണം നമ്മുടെ നിയമം പ്രജകൾക്ക് മാത്രമേ ബാധകമാവൂ. അടുത്തു വരിക. അവൻ സ്വർണ്ണ ചെങ്കോലുയർത്തി അവളുടെ കഴുത്തിൽ തൊട്ടു. അവൻ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്നോട് പറയൂ. അവൾ പറഞ്ഞു, എൻ്റെ നാഥ, അങ്ങേ ഞാൻ കണ്ടത് ദൈവത്തിൻ്റെ ദൂതനെ പോലെയാണ്. അങ്ങനെ എൻ്റെ ഹൃദയം അങ്ങയുടെ മഹത്വത്തോടുള്ള ഭീതി നിമിത്തം പിടഞ്ഞുപോയി. എൻ്റെ നാഥ, അങ്ങ് അത്ഭുത പുരുഷൻ തന്നെ. അങ്ങയുടെ മുഖം തേജസ്സുറ്റതാണ്. സംസാരിച്ചു കൊണ്ട് നിൽക്കെ അവൾ മോഹാലസ്യപ്പെട്ടു വീണു. രാജാവ് അത്യന്തം പരിഭ്രമിച്ചു. അവൻ്റെ ദാസന്മാർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എസ്തേർ 5-ാം അധ്യായം. എസ്തേറിൻ്റെ വിരുന്ന്. രാജാവ് അവളോട് ചോദിച്ചു, എസ്തേർ രാജ്ഞി, എന്താണ് കാര്യം? എന്താണ് നിനക്ക് വേണ്ടത്? രാജ്യത്തിൻ്റെ പകുതി തന്നെ ആയാലും അത് ഞാൻ നിനക്ക് നൽകാം. എസ്തേർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാജാവിന് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരണം. രാജാവ് കൽപ്പിച്ചു. എസ്തേറിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഹാമാനെ ഉടനെ വരുത്തുക. അങ്ങനെ എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിന് രാജാവും ഹാമാനും എത്തി. അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? അത് നിനക്ക് സാധിച്ചു തരാം. നിനക്കെന്താണ് വേണ്ടത്? രാജ്യത്തിൻ്റെ പകുതി തന്നെയാണെങ്കിലും ഞാൻ നൽകാം. എസ്തേർ പറഞ്ഞു, എൻ്റെ അപേക്ഷയും ആവശ്യവും ഇതാണ്. രാജാവിന് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷയും ആവശ്യവും സാധിച്ചു തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരുക്കുന്ന വിരുന്നിന് നാളെയും രാജാവും ഹാമാനും വരണം. രാജാവ് ആവശ്യപ്പെട്ടത് നാളെ ഞാൻ ചെയ്തു കൊള്ളാം. ഹാമാൻ അന്ന് സന്തുഷ്ടനായി ആഹ്ലാദഭരിതനായി തിരികെ പോയി. എന്നാൽ രാജാവിൻ്റെ പടിവാതിൽക്കൽ തൻ്റെ മുൻപിൽ എഴുന്നേൽക്കാതെയും ഒന്നനങ്ങുക പോലും ചെയ്യാതെ ഇരിക്കുന്ന മൊർദെഖായിയെ കണ്ടപ്പോൾ ഹാമാൻ അവനെതിരെ കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവൻ തന്നെ നിയന്ത്രിച്ച് വീട്ടിലേക്ക് പോയി. അവൻ തൻ്റെ കൂട്ടുകാരെയും ഭാര്യയായ സേരഷിനെയും വിളിച്ചു. തൻ്റെ ധനമഹിമ, സന്താന ബാഹുല്യം, രാജാവ് തന്നെ ബഹുമാനിച്ചു നൽകിയ സ്ഥാനക്കയറ്റങ്ങൾ, രാജാവിൻ്റെ പ്രഭുക്കന്മാരെയും സേവകരെയും കാഴ്ത്തനിക്ക് നൽകിയ ഉയർച്ച, ഇവയെല്ലാം ഹാമാൻ അവരോട് വിവരിച്ചു. അവൻ തുടർന്നു, എസ്തേർ രാജ്ഞി താൻ ഒരുക്കിയ വിരുന്നിന് രാജാവിനോടൊപ്പം ചെല്ലാൻ എന്നെ അല്ലാതെ മറ്റാരെ അനുവദിച്ചില്ല. നാളെയും രാജാവിനോടൊപ്പം ചെല്ലാൻ അവൾ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്.
എങ്കിലും മൊർദെഖായി എന്ന യഹൂദൻ രാജാവിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം കാലം ഇതൊന്നും എനിക്ക് തൃപ്തി നൽകുന്നില്ല. അപ്പോൾ അവൻ്റെ ഭാര്യ സേരെഷും അവൻ്റെ സകല സ്നേഹിതന്മാരും പറഞ്ഞു, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കുക. രാവിലെ തന്നെ ചെന്ന് രാജാവിനോട് പറയണം, മൊർദെഖായിയെ അതിന്മേൽ തൂക്കണമെന്ന്. പിന്നെ ആനന്ദത്തോടെ രാജാവിനോടൊത്ത് വിരുന്നിന് പോവുക. ഈ ഉപദേശം ഹാമാൻ ഇഷ്ടപ്പെട്ടു. അവൻ കഴുമരവും ഉണ്ടാക്കിച്ചു. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം. മൊർദെഖായിക്ക് സമ്മാനം. ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരാൻ അവന് കൽപ്പന കൊടുത്തു. അവ രാജാവ് വായിച്ചു കേട്ടു. പടിവാതിൽക്കൽ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ഡന്മാരുമായ ബിഗ്താനിയും തേരെഷും അഹസ്വേരോസ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും അക്കാര്യം മൊർദെഖായി അറിയിച്ചതും അതിലെഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതിന് എന്ത് ബഹുമതിയും എന്ത് സ്ഥാനവുമാണ് മൊർദെഖായിക്ക് നൽകിയത്? രാജാവിനെ ശുശ്രൂഷിച്ചിരുന്ന സേവകന്മാർ പറഞ്ഞു, അവനൊന്നും കൊടുത്തില്ല. രാജാവ് കൽപ്പിച്ചു, അങ്കണത്തിൽ ആരുണ്ട്? മൊർദെഖായിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴുമരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ. രാജാവിൻ്റെ സേവകന്മാർ പറഞ്ഞു, അങ്കണത്തിൽ ഹാമാനുണ്ട്. രാജാവ് കൽപ്പിച്ചു, അവനകത്ത് വരട്ടെ. അകത്ത് വന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? ഹാമാൻ ഉള്ളിൽ കരുതി, എന്നല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത്? ഹാമാൻ രാജാവിനോട് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയും കൊണ്ടുവരട്ടെ. വസ്ത്രങ്ങൾ, കുതിര എന്നിവയെ രാജാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിയിച്ച് കുതിരപ്പുറത്തിരുത്താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീതിയിലൂടെ കൊണ്ടുപോകട്ടെ. അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു, വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയും കൊണ്ടുവന്ന് രാജാവിൻ്റെ പടിവാതിൽക്കലിരിക്കുന്ന മൊർദെഖായി എന്ന യഹൂദനെ ആദരിക്കുക. നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത്. അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ അണിയിച്ചൊരുക്കി. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ആർത്തു വിളിച്ച് അവനെ കുതിരപ്പുറത്തിരുത്തി നഗരവീതിയിലൂടെ കൊണ്ടു നടന്നു. അനന്തരം മൊർദെഖായി രാജാവിൻ്റെ പടിവാതിൽക്കലേക്ക് മടങ്ങി. ഹാമാനാകട്ടെ വിലപിച്ചുകൊണ്ട് മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി. തനിക്ക് സംഭവിച്ചതെല്ലാം ഹാമാൻ തൻ്റെ ഭാര്യയായ സേരെഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരെഷും പറഞ്ഞു, നീ ആരുടെ മുൻപിൽ നിന്ന് നിന്റെ പതനം ആരംഭിച്ചുവോ? ആ മൊർദെഖായിക്ക് യഹൂദ ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല. നീ അവൻ്റെ മുൻപിൽ വീഴും തീർച്ച. അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിൻ്റെ ഷണ്ഡന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിനായി ഹാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി. എസ്തേർ 7-ാം അധ്യായം. ഹാമാൻ്റെ പതനം. രാജാവും ഹാമാനും എസ്തേർ രാജ്ഞി ഒരുക്കിയ വിരുന്നിന് ചെന്നു. 2-ാം ദിവസം അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് വീണ്ടും ചോദിച്ചു, എസ്തേർ രാജ്ഞി, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. എന്താണ് നിന്റെ ആവശ്യം? രാജ്യത്തിൻ്റെ പകുതി തന്നെ ആയാലും ശരി, അത് ഞാൻ നൽകാം. എസ്തേർ രാജ്ഞി പറഞ്ഞു, രാജാവേ, അങ്ങനെ എന്നിൽ സംപ്രീതനാണെങ്കിൽ, രാജാവിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്നതാണ് എൻ്റെ ആവശ്യം. നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടാനും ഞാനും എൻ്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞങ്ങൾ സമാധാനം വെടിയുകയില്ലായിരുന്നു. ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതല്ലോ. അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോട് ചോദിച്ചു, ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവനാർ? അവനെവിടെ? എസ്തേർ പറഞ്ഞു, വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുൻപിൽ ഭയന്നു വിറച്ചു. രാജാവ് വിരുന്നു നിർത്തി കോപിച്ചെഴുന്നേറ്റ് രാജകീയ ഉദ്യാനത്തിലേക്ക് പോയി. എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയോടും തൻ്റെ ജീവൻ യാചിക്കാൻ അവിടെ നിന്ന് കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. എസ്തേർ ഇരുന്നിരുന്ന തൽപ്പത്തിൽ ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്ത് നിന്ന് വീഞ്ഞു കുടിച്ചിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നത്. അവൻ ചോദിച്ചു, എൻ്റെ കൊട്ടാരത്തിൽ വെച്ച് എൻ്റെ മുൻപിൽ വെച്ച് അവൻ രാജ്ഞിയെ ആക്രമിക്കുമോ?
ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. രാജാവിനെ സേവിച്ചിരുന്ന ഷണ്ഡന്മാരിലൊരാളായ ഹർബോണ പറഞ്ഞു, രാജാവിനെ രക്ഷിച്ച മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴ ഉയരമുള്ള കഴുമരം അവൻ്റെ വീട്ടിൽ നിൽക്കുന്നു. രാജാവ് കൽപ്പിച്ചു, അവനെ അതിൽ തന്നെ തൂക്കുക. അങ്ങനെ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവർ തൂക്കി. രാജാവിൻ്റെ കോപം ശമിച്ചു. എസ്തേർ 8-ാം അധ്യായം. യഹൂദർക്ക് സംരക്ഷണം. അന്ന് അഹസ്വേരോസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാന്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് നൽകി. മൊർദെഖായി രാജസന്നിധിയിലെത്തി. അവൻ തനിക്ക് ആരാണെന്ന് എസ്തേർ പറഞ്ഞിരുന്നു. രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തൻ്റെ മുദ്രമോതിരം മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ ഭവനം ഏൽപ്പിച്ചു. എസ്തേർ രാജാവിനോട് വീണ്ടും സംസാരിച്ചു. അവൾ അവൻ്റെ കാൽക്കൽ വീണ് യഹൂദർക്കെതിരെ അഗാഗ് വംശജനായ ഹാമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കണ്ണീരോടെ അപേക്ഷിച്ചു. രാജാവ് സ്വർണ്ണച്ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. എസ്തേർ എഴുന്നേറ്റു രാജാവിൻ്റെ മുൻപിൽ നിന്ന് അവൾ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ, എന്നോട് പ്രീതിയുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുന്നെങ്കിൽ, അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ, രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുള്ള യഹൂദരെ നശിപ്പിക്കുവാൻ വേണ്ടി ഹമ്മേദായുടെ മകനും അഗാഗ് വംശജനുമായ ഹാമാനുണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചാലും. എങ്ങനെയാണ് ഞാൻ എൻ്റെ ജനത്തിൻ്റെ നാശം കണ്ടിരിക്കുക? ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും? അപ്പോൾ അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൊർദെഖായിയോടും പറഞ്ഞു, ഇതാ ഹാമാന്റെ ഭവനം ഞാൻ എസ്തേറിന് വിട്ടുകൊടുത്തിരിക്കുന്നു. യഹൂദരെ വധിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് അവർ അവനെ കഴിവിലേറ്റി. യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ രാജാവിൻ്റെ നാമത്തിൽ എഴുതുകയും രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്യുക. രാജനാമത്തിൽ എഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്രവയ്ക്കപ്പെടുന്ന വിളംബരം ആർക്ക് ദുർബലമാക്കാനാവുകയില്ല. അക്കാലത്ത് 3-ാം മാസം സിവാൻ മാസം 23-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മൊർദെഖായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്ക് അതിൻ്റെ ഭാഷയിലുമാണ് അതെഴുതിയത്. ഇത് അഹസ്വേരോസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി മുദ്രവെച്ചു. രാജാവിൻ്റെ ലായത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതയേറിയവയുമായ കുതിരകളുടെ പുറത്തു കയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി. അഹസ്വേരോസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലും 12-ാം മാസമായ ആദാർ 13-ാം ദിവസം ഓരോ നഗരത്തിലും യഹൂദർ ഒരുമിച്ച് കൂടാനും തങ്ങളെ ആക്രമിക്കുന്ന ഏത് പ്രവിശ്യയുടെയും ജനതയുടെയും ആയുധസജ്ജമായ ശക്തിയെ ചെറുക്കാനും അവരെയും കുട്ടികളും സ്ത്രീകളും അടക്കം നശിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാനും പ്രസ്തുത കത്തുകൾ വഴി രാജാവ് യഹൂദർക്ക് അനുവാദം നൽകി. എസ്തേർ 16-ാം അധ്യായം. രാജശാസനം. കത്തിൻ്റെ പകർപ്പ് മഹാരാജാവായ അഹസ്വേരോസ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഉപകാരികൾ എത്ര വലിയ കാരുണ്യത്തോടെ ബഹുമാനിക്കുന്നുവോ അത്രയധികം പലരും അഹങ്കരിക്കുന്നു. അവർ നമ്മുടെ പ്രജകളെ ഞെരുക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെ തങ്ങളുടെ ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു. കൃതജ്ഞതാഭാവം മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയുന്നു. കൂടാതെ നന്മ അറിയാത്തവരുടെ വീമ്പടി കേട്ട് അവർ ഇളകി അവശയാകുന്നു. എല്ലാം എപ്പോഴും കാണുന്നവനും തിന്മ വെറുക്കുന്നവനുമായ ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സങ്കല്പിക്കുന്നു. പലപ്പോഴും അധികാരസ്ഥാനങ്ങളിൽ നിയുക്തരായവർ നിഷ്കളങ്ക രക്തം ചൊരിയുന്നതിൽ ഭാഗികമായി ഉത്തരവാദികളായിട്ടുണ്ട്. പൊതുകാര്യങ്ങളുടെ ഭരണം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്നേഹിതന്മാരുടെ പ്രേരണ നിമിത്തം അപരിഹാര്യമായ ദുരിതങ്ങൾ അവർ വരുത്തിവെച്ചിട്ടുണ്ട്. ഇവർ തങ്ങളുടെ ദുസ്വഭാവത്തിൽ നിന്ന് വരുന്ന നീചമായ വഞ്ചന നിമിത്തം തങ്ങളുടെ പരമാധികാരങ്ങളുടെ ആത്മാർത്ഥമായ സന്മനസ്സിനെ കബളിപ്പിക്കുന്നു.
അയോഗ്യമായി അധികാരം കൈയാളുന്നവരുടെ വിനാശകരമായ പെരുമാറ്റത്തിലൂടെ നടത്തിയ ദുഷ്ടതകൾ പുരാതന രേഖകളിൽ കാണുന്നതിലധികം നാം അടുത്ത കാലത്ത് നടത്തിയ അന്വേഷണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരുടെ ഇടയിൽ ശാന്തിയും സമാധാനവും പുലരാൻ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അതിനായി നമ്മുടെ ഭരണരീതി മാറ്റുകയും എപ്പോഴും നമ്മുടെ കൺമുമ്പിലെത്തുന്ന കാര്യങ്ങൾ കൂടുതൽ സമഭാവന നിറഞ്ഞ പരിഗണനയോടെ വിധിക്കുകയും ചെയ്യും. ഹമ്മേദായുടെ മകനും മക്കദോനിയക്കാരനും തീർച്ചയായും പേർഷ്യൻ രക്തത്തിന് അന്യനും നമ്മുടെ ദയേതും തീണ്ടിയിട്ടില്ലാത്തവനുമായ ഹാമാൻ നമ്മുടെ അതിഥിയായി ഇത്രയും കാലം എല്ലാ ജനതകളുടെയും നേരെ നമുക്കുള്ള സന്മനസ്സിൻ്റെ ഫലം അനുഭവിച്ചു. നാം അവനെ പിതാവെന്ന് വിളിക്കുകയും എല്ലാവരും എന്നും അവനെ രാജസിംഹാസനത്തിൻ്റെ 2ാം സ്ഥാനക്കാരനായി കുമ്പിട്ട് വണങ്ങുകയും ചെയ്തു പോന്നു. എന്നാൽ അഹങ്കാരം അടക്കാനാവാതെ അവൻ നമ്മുടെ രാജ്യവും ജീവനും തട്ടിയെടുക്കാൻ ഇറങ്ങി. കാപഢ്യവും കൗടില്യവും കൊണ്ട് അവൻ നമ്മുടെ രക്ഷകനും സ്ഥിര ഉപകാരിയുമായ മൊർദെഖായിയെയും നമ്മുടെ നിഷ്കളങ്കരായ സഹധർമ്മിണി എസ്തേറിനെയും അവരോടൊപ്പം അവരുടെ ജനത്തെ നശിപ്പിക്കാൻ അനുവാദം ചോദിച്ചു. ഇങ്ങനെ നാം അരിക്ഷിതനാകുമെന്നും തൽഫലമായി രാജ്യം പേർഷ്യക്കാരിൽ നിന്ന് മക്കദോനിയക്കാരിലേക്ക് കൈമാറുമെന്നും അവൻ കരുതി. പക്ഷേ അഭിഷക്തനായ ഇവനാൽ പൂർണ്ണനാശത്തിന് വിൽക്കപ്പെട്ട യഹൂദർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരല്ലെന്നും ഏറ്റവും നീതിയുക്തമായ നിയമങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെന്നും ഏറ്റവും ശക്തയായി ജീവിക്കുന്ന ദൈവമായ അത്യുന്നതൻ്റെ മക്കളാണെന്നും ഞാൻ കാണുന്നു. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വേണ്ടി രാജ്യത്തെ ഏറ്റവും ഉത്തമമായ നീതി നയിച്ചത് ആ ദൈവമാണ്. ആകയാൽ ഹമ്മേദായുടെ മകൻ ഹാമാൻ അയച്ച കത്തുകൾ നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം ചെയ്ത അവനെ തൻ്റെ സകല ബന്ധുജനങ്ങളോടും കൂടെ സൂസായുടെ കവാടത്തിൽ കഴിവിലേറ്റിരിക്കുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം അവൻ അർഹിച്ച ശിക്ഷ അവൻ്റെ മേൽ വേഗം വരുത്തിയിരിക്കുന്നു. ഈ കത്തിൻ്റെ ഒരു പകർപ്പ് എല്ലാവർക്കും കാണാൻ കഴിയും വിധം എല്ലായിടത്തും പതിക്കണം. തങ്ങളുടെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ യഹൂദരെ അനുവദിക്കണം. 12ാം മാസമായ ആദാർ 13ാം ദിവസം യഹൂദരെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അതേ ദിവസം അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നവരുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. എന്തെന്നാൽ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം താൻ നിറഞ്ഞെടുത്ത ജനതയ്ക്ക് നാശത്തിൻ്റെ ഈ ദിനത്തെ ആനന്ദത്തിൻ്റെ ദിനമായി മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ അനുസ്മരണോത്സവങ്ങളിൽ ഒന്നായി ഈ ദിനത്തെ നിങ്ങൾ അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുവിൻ. അങ്ങനെ ഇന്നും എന്നും നമുക്ക് വിശ്വസ്തരായ പേർഷ്യക്കാർക്കും ഇത് രക്ഷയുടെയും നമുക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്ക് നാശത്തിൻ്റെയും ഓർമ്മയായിരിക്കട്ടെ. ഇങ്ങനെ പ്രവർത്തിക്കാത്ത എല്ലാ നഗരവും ഗ്രാമവും ഒന്നൊഴിയാതെ കുന്തം കൊണ്ടും തീ കൊണ്ടും ക്രോധത്തോടെ നശിപ്പിക്കപ്പെടും. അവ മനുഷ്യർക്ക് കടക്കാൻ കൊള്ളാത്തതും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും എല്ലാ കാലത്തേക്കും ഏറ്റവും വെറുക്കപ്പെട്ടതുമായി തീരും. എസ്തേർ 8ാം അധ്യായം. യഹൂദരുടെ ആഹ്ലാദം. ഈ എഴുത്തിൻ്റെ ഒരു പകർപ്പ് ഒരു കൽപ്പനയായി എല്ലാ പ്രവിശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു. ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്നത് ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു. അതുകൊണ്ട് രാജാവിൻ്റെ സേവനത്തിന് ഉപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പനയനുസരിച്ച് ദൂതന്മാർ ശീഘ്രം പുറപ്പെട്ടു. വിളംബരം തലസ്ഥാനമായ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തി. സൂസാ നഗരമാകെ ആർപ്പ് വിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ മൊർദെഖായി നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ്ണ കിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള ചമന്ന മേലങ്കിയും അണിഞ്ഞ് രാജ്യസന്നിധി നിന്ന് പുറപ്പെട്ടു. യഹൂദർ പ്രസന്നരായി. അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ സകല പ്രവിശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവർക്കത് വിശ്രമത്തിൻ്റെയും ഉത്സവാഘോഷത്തിൻ്റെയും ദിവസമായിരുന്നു. രാജ്യത്തെ ആളുകളിൽ അനേകം പേർ തങ്ങളെ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു. എന്തെന്നാൽ യഹൂദരെക്കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു. എസ്തേർ 9ാം അധ്യായം. യഹൂദരുടെ പ്രതികാരം. 12ാം മാസമായ ആദാർ 13ാം ദിവസം രാജാവിൻ്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി. അഗസ്വീരൂസിൻ്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ച് കൂടി. ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു.
പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജ്യസേവകന്മാരും യഹൂദരെ സഹായിച്ചു. കാരണം അവർ മൊർദെഖായിയെ ഭയന്നു. മൊർദെഖായി രാജാവിൻ്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു. അവൻ്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു. അങ്ങനെ മൊർദെഖായി കൂടുതൽ കൂടുതൽ ശക്തനായി തീർന്നു. യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും വാളിനിരയാക്കി നശിപ്പിച്ചു. തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മാത്രം യഹൂദർ 500 പേരെ വധിച്ചു. പർഷന്ത, ദാൽഫോൻ, അസ്പാത്ത, പൊറാത്ത, അഥാലിയ, അരിദാത്ത, പർമാഷ്ത, അരിസായി, അരിദായി, വൈസാത്ത എന്നിങ്ങനെ ഹമ്മേദായുടെ മകനും യഹൂദരുടെ ശത്രുവുമായ ഹാമാൻ്റെ 10 പുത്രിമാരെയും അവർ വധിച്ചു. എന്നാൽ അവർ കവർച്ച നടത്തിയില്ല. തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു. രാജാവ് എസ്തേർ രാജ്ഞിയോട് പറഞ്ഞു, തലസ്ഥാനമായ സൂസായിൽ യഹൂദർ 500 പേരെയും കൂടാതെ ഹാമാൻ്റെ 10 പുത്രന്മാരെയും കൊന്നിട്ടുണ്ട്. അപ്പോൾ രാജാവ് മെറ്റി പ്രവിശ്യകളിൽ അവർ എന്തു തന്നെ ചെയ്തിരിക്കുകയില്ല. ഇനി നിന്റെ അപേക്ഷ എന്താണ്? അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം. നിന്റെ അടുത്ത ആവശ്യമെന്ത്? അത് നീ നിവർത്തിച്ചു തരാം. എസ്തേർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരമനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലെ യഹൂദരെ അനുവദിച്ചാലും ഹാമാൻ്റെ 10 പുത്രന്മാരെയും കഴിവിലേറ്റട്ടെ. അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി. സൂസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാൻ്റെ 10 പുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു. സൂസായിലുള്ള യഹൂദർ ആദാർ മാസം 14-ാം ദിവസം ഒരുമിച്ച് കൂടി സൂസായിലെ 300 പേരെ വധിച്ചു. കവർച്ചയൊന്നും നടത്തിയില്ല. രാജാവിൻ്റെ പ്രവിശ്യകളുണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി. ശത്രുഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി. തങ്ങളെ വെറുത്തിരുന്ന 75,000 പേരെ അവർ കൊന്നു. പക്ഷേ അവർ കവർച്ച നടത്തിയില്ല. ഇത് ആദാർ മാസം 13-ാം ദിവസമായിരുന്നു. 14-ാം ദിവസം അവർ വിശ്രമിച്ചു. അത് ഉത്സവത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിരുന്നു. എന്നാൽ സൂസായിലെ യഹൂദർ 13ഉം 14ഉം ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുകയും 15-ാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആദാർ മാസം 14-ാം ദിവസം സന്തോഷത്തിൻ്റെയും വിരുന്നിൻ്റെയും വിശ്രമത്തിൻ്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിന് ദിനമായി ആചരിക്കുന്നത്. പൂരീം തിരുനാൾ. മൊർദെഖായി ഇതെല്ലാം രേഖപ്പെടുത്തി. അഹസ്വേരോസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരുമായ സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആദാർ മാസം 14ഉം 15ഉം ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിൻ്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപം വിശ്രമമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി. വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി പരസ്പരം സമ്മാനങ്ങളും ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കണമെന്നും അവൻ എഴുതി. അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മൊർദെഖായി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി. കാരണം അഹാഖ്യനും ഹമ്മേദായുടെ മകനും സകല യഹൂദരുടെയും ശത്രുവുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്തില്ലാതാക്കാൻ പൂരീം അഥവാ നറുക്കിടുകയും ചെയ്തിരുന്നു. എന്നാൽ എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടാക്കിയ അവൻ്റെ ദുഷ്ടമായ ഉപായം അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നതിന് അവനെയും അവൻ്റെ മക്കളെയും കഴിവിലേറ്റിക്കുന്നതിനും വേണ്ടി രാജാവ് കൽപ്പന എഴുതി കൊടുത്തു. ആകയാൽ പൂരീം എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളെ പൂരീം എന്ന് വിളിച്ചു. ഈ കത്തിൽ എഴുതിയിരിക്കുന്നതും ഇക്കാര്യത്തെ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെട്ടതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ 2 ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പൂരീം ദിനങ്ങൾ മറന്നു കളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോരുകയും ചെയ്തു. അബിഹായിലിൻ്റെ മകളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മൊർദെഖായിയും പൂരീമിനെ സംബന്ധിക്കുന്ന ഈ 2ാമത്തെ കത്തിന് രേഖാമൂലം ആധികാരികമായ സ്ഥിരീകരണം നൽകി. സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും വാക്കുകളിൽ അഹസ്വേരോസിൻ്റെ 127 പ്രവിശ്യകളിലുള്ള സകല യഹൂദർക്കും കത്തുകൾ അയച്ചു.
പൂരീമിൻ്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായ മൊർദെഖായും എസ്തേർ രാജ്ഞിയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെ യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. എസ്തേർ രാജ്ഞിയുടെ കൽപ്പന പൂരീമിൻ്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു. എസ്തേർ 10-ാം അധ്യായം. മൊർദെഖായുടെ മഹത്വം. അഹസ്വേരോസ് രാജാവ് ദേശത്ത് തീരപ്രദേശങ്ങളിലും കരം ചുമത്തി. അവരുടെ വീര്യപ്രവൃത്തികളും മൊർദെഖായിക്ക് നൽകിയ ഉന്നത സ്ഥാനങ്ങളുടെ വിവരവും മേദ്യയിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യഹൂദനായ മൊർദെഖായി അഹസ്വേരോസ് രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തൻ്റെ വിപുലമായ സഹോദരഗണത്തിനും സുസമ്മതനും ആയിരുന്നു. എന്തെന്നാൽ അവൻ സ്വജനത്തിൻ്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു. മൊർദെഖായി പറഞ്ഞു, ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത്. ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു. അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല. നദിയായി മാറിയ കൊച്ചരുവി, പ്രകാശവും സൂര്യനും സമൃദ്ധിയുമായ ജലവും. ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ എസ്തേർ. 2 ഭീകരസത്വങ്ങൾ ഹാമാനും ഞാനുമാണ്. ജനതകൾ യഹൂദരുടെ നാമം നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ്. എൻ്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ്. കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു. ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തൻ്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതയ്ക്ക് വേണ്ടി മറ്റൊന്നുമായി 2 നറുക്കുണ്ടാക്കി. നറുക്കിൻ പ്രകാരം സകല ജനതകളുടെ ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു. കർത്താവ് തൻ്റെ ജനത്തെ സ്മരിക്കുകയും തൻ്റെ അവകാശത്തിനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. ആകയാൽ അവർ ആദാർ മാസം 14-ഉം 15-ഉം ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ സമ്മേളിച്ച് തലമുറ തലമുറയായി തൻ്റെ ജനമായ ഇസ്രായേലിന് എന്നേക്കും ഇത് ആചരിക്കണം. എസ്തേർ 11-ാം അധ്യായം. ഗ്രീക്ക് പരിഭാഷ. ടോളമിയുടെയും ക്ലെയോപാത്രയുടെയും വാഴ്ചയുടെ 4-ാം വർഷം പുരോഹിതനും ലേവ്യനുമാണെന്ന് അവകാശപ്പെടുന്ന ദോസിത്തെവൂസും മകൻ ടോളമിയും പൂരീമിനെക്കുറിച്ചുള്ള മുകളിൽ കൊടുത്ത കത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. ഈ കത്ത് അകൃത്രിമമാണെന്നും ജെറുസലേം നിവാസിയും ടോളമിയുടെ മകനുമായ ലിസിമാക്കോസ് വിവർത്തനം ചെയ്തതാണെന്നും അവർ പറഞ്ഞു. ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.